എന്തപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഇത്ര പണി എന്ന് നമ്മളോട് പലരും ചോദിക്കാറുണ്ടല്ലേ. നമ്മളിൽ എത്ര പേർ മറ്റുള്ളവരോട് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തോട് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്? അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് നിനക്കിപ്പോൾ എന്താ ജോലി, വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് തലയാട്ടി സമ്മതിക്കാറുണ്ട്. രാവിലെ അടുക്കളയിൽ കയറിയത് മുതൽ രാത്രി എല്ലാവരും ഉറങ്ങുന്നത് വരെ വിശ്രമമില്ലാതെ ഓടി നടക്കുന്നതാണോ ഈ വെറുതെ ഇരിക്കൽ? വീട് വൃത്തിയാക്കൽ, പാചകം, കുട്ടികളുടെ പഠിത്തം, തുണി നനയ്ക്കൽ, ഇതിനൊക്കെ പുറമെ ഒരു മാനേജർ പോലെ വീട്ടിലെ സകല കാര്യങ്ങളും നോക്കി നടത്തുന്ന വീട്ടമ്മമാർ എങ്ങനെയാണ് വെറുതെ ഇരിക്കുന്നവരാകുന്നത്? ഞാൻ മിത, മാസ്റ്റർ മിത എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിൽ ചിലരെങ്കിലും എന്നെ കാണാറുണ്ടാകും. ഞാനൊരു വീട്ടമ്മയാണ്. വർഷങ്ങളോളം ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഈ 4 ചുവരുകൾക്കുള്ളിലെ ജോലികൾക്കപ്പുറം എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന്. എന്നാൽ ഇന്ന് ഈ തിരക്കുകൾക്കിടയിലും എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഗാർഡൻ ഒരുക്കാനും അതൊരു യൂട്യൂബ് ചാനലിലൂടെ 10,000ങ്ങളിലേക്ക് എത്തിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ വെറുതെ വീട്ടിലിരിക്കുന്ന എന്ന് സ്വയം വിചാരിക്കുന്ന ഏത് സ്ത്രീക്കും അതിന് സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. രാവിലെ അടുക്കളയിൽ നിന്നും തുടങ്ങുന്നതാണ് നമ്മുടെ ഒരു ദിവസം. കുട്ടികളുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, വീട് വൃത്തിയാക്കൽ, ഭക്ഷണം പാകം ചെയ്യൽ, അങ്ങനെ തീരാത്ത ഉത്തരവാദിത്തങ്ങൾ. പലപ്പോഴും ഇതിനിടയിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകാറുണ്ട്. ഒരു കാലത്തെ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്ന പല സ്ത്രീകളും വിവാഹശേഷം, കുട്ടികളായ ശേഷവും ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച് ഒതുങ്ങിക്കൂടാറുണ്ട്. എന്നാൽ ഓർക്കുക, നമ്മൾ സന്തോഷവതിയായിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബത്തെ സന്തോഷത്തോടെ നോക്കാൻ കഴിയൂ. ഈ ഒരു മടുപ്പിൽ നിന്നും തിരക്കുകളിൽ നിന്നും എനിക്കൊരു മോചനം നൽകിയത് എൻ്റെ ടെറസ് ഗാർഡനും പച്ചക്കറിത്തോട്ടവുമാണ്. മണ്ണിൽ തൊടുമ്പോൾ ഒരു വിത്ത് മുളച്ചു വരുന്നത് കാണുമ്പോൾ, നമ്മൾ ഉണ്ടാക്കിയ ജൈവവളം ഒഴിച്ചൊരു ചെടി തഴച്ചു വളരുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്. എനിക്ക് ഗാർഡനിങ് എന്നത് വെറും ഒരു വിനോദമല്ല, അതൊരു മെഡിറ്റേഷനാണ്. വീട്ടുജോലിയും സ്ട്രെസ് മുഴുവൻ മാറുന്നത് ആ ഒരു ചെടികളുടെ ഇടയിൽ നിൽക്കുമ്പോഴാണ്. വിഷമില്ലാത്ത പച്ചക്കറി വീട്ടുകാർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടുന്ന ആ സന്തോഷം എന്തുകൊണ്ട് മറ്റുള്ളവരിലേക്കും എത്തിച്ചുകൂടാ എന്നൊരു ചിന്തയാണ് മാസ്റ്റർ മിത എന്ന ചാനലിൽ നിന്ന് ജനിക്കുന്നത്. ഒരു വീട്ടമ്മ യൂട്യൂബിലേക്ക് വരുമ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ഒരു കയ്യിൽ തവിയും മറുകൈയിൽ മൊബൈൽ ക്യാമറയുമായിരിക്കും പലപ്പോഴും നടക്കുക. വീട്ടുജോലി ചെയ്യണം, കൃഷിയും നോക്കണം, ഒപ്പം ഇതിൻ്റെ വീഡിയോയും എടുക്കണം, എഡിറ്റിംഗ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ജോലികൾ. തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ വഴി തെളിഞ്ഞു വരും. ഇന്നെൻ്റെ വീഡിയോകൾ കണ്ട് ഒരുപാട് പേർ തങ്ങളുടെ ടെറസിൽ കൃഷി തുടങ്ങി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടുന്നു എന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഉണ്ടാവുന്ന സംതൃപ്തി ചെറുതല്ല. നമ്മുടെ ഓരോ ദിവസവും പ്ലാനിങ്ങോട് കൂടി ഇത് കൊണ്ടുപോയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് തലേ ദിവസം തന്നെ ഒരു ധാരണ ഉണ്ടാക്കുക. എല്ലാ ജോലിയും ഒന്നിച്ച് ചെയ്യാൻ നോക്കാതെ പ്രധാനപ്പെട്ടവ ആദ്യം ചെയ്യാം. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ സാധിച്ചാൽ ഒരുപാട് സമയം ലാഭിക്കാം. ഗാർഡനിലോ യൂട്യൂബിലോ ഒരു ദിവസം മുഴുവൻ മാറ്റിവെക്കേണ്ടതില്ല. ദിവസവും അരമണിക്കൂർ വീതം മാറ്റിവെച്ചാൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സ്ത്രീകളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രായമോ സാഹചര്യങ്ങളോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊരു തടസ്സമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ നിങ്ങൾ തന്നെ സമയം കണ്ടെത്തണം. അത് ഗാർഡനിങ് ആകാം, തയ്യലാകാം, എഴുത്താകാം, പാചകമാകാം, എന്തുമാകട്ടെ. അതിനായി ഒരു ദിവസം കുറച്ച് സമയം മാറ്റിവെക്കാം. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായി ചെയ്യാൻ ആഗ്രഹിച്ചാൽ തുടക്കത്തിൽ ചിലപ്പോൾ ആരും കാണില്ല. പക്ഷേ നമ്മുടെ മാറ്റം കാണുമ്പോൾ കുടുംബവും നമ്മുടെ ഒപ്പം നിൽക്കും. വീട്ടമ്മമാർ വെറും ഒരു അടുക്കളക്കാരി മാത്രമല്ല, അവർക്ക് വിചാരിച്ച വീടും നോക്കാം, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ലോകത്ത് സംസാരിക്കുകയും ചെയ്യാം. സ്വയം വിശ്വസിക്കുക, മുന്നോട്ട് വരിക. ഇതാണ് നമ്മൾ വീട്ടമ്മമാർ ചെയ്യേണ്ടത്.
പലരും ചിന്തിക്കാം, ഒരു സ്ത്രീയുടെ പേരിന് മുന്നിൽ മാസ്റ്റർ എന്ന് വെച്ചിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് എന്താണ് ഇവർ ഈ ഗാർഡൻ ചാനലിൽ മാസ്റ്റർ മിത എന്ന് പേരിട്ടത് എന്ന് പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ എൻ്റെ മോൻക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. അവനെ വെച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അവനിവിടെ ഇല്ലാത്തതുകൊണ്ടും ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഗാർഡനിലേക്ക് മാറിയത്. അങ്ങനെ മാസ്റ്റർ മെഹദ് എന്ന ചാനൽ മാസ്റ്റർ മിത എന്ന പേരിലേക്ക് മാറ്റി. എനിക്ക് കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഗാർഡൻ ചെയ്യുന്ന ഒരാളായതുകൊണ്ടും ആ ഒരു കണ്ടൻറ്റാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതിനുവേണ്ടി ടെറസിൽ ഞാനൊരു വലിയ പച്ചക്കറിത്തോട്ടം വരെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കഠിനമായ അധ്വാനത്തിലൂടെയാണ് ഞാൻ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയെടുത്തത്. താഴെ നിന്നും മണ്ണുകൾ വലിച്ചു കൊണ്ടുപോയി മേലെ വെക്കുക, അതുപോലെ കരിയില അടിച്ചു കൂട്ടി കൊണ്ടുവരിക, പിന്നെ ജൈവവളങ്ങൾ ഉണ്ടാക്കുക. ഒട്ടും കാശ് ചെലവില്ലാത്ത പല സംഭവങ്ങളും ചെയ്തു. ഇതെല്ലാം വീഡിയോകളായി പകർത്തി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതെല്ലാം ഒരു സാധാരണ ഒരു വീട്ടമ്മക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യാൻ നല്ല രസമുള്ള സംഭവങ്ങളായിരുന്നു. എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്ന പിന്നെ മറ്റൊരു പ്രധാനമായൊരു കാര്യം എന്താ വെച്ചാൽ റീസൈക്ലിംഗ് ആണ്. നമ്മുടെ വീട്ടിൽ കളയുന്ന പഴയ ടയറുകൾ, കേക്ക് ബോക്സ്, പ്ലാസ്റ്റിക് കുപ്പികൾ, അതുകൊണ്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കുന്നത്. ഒരുപാട് ഉപയോഗങ്ങളെന്ന് പറയുമ്പോൾ ഗാർഡൻ ബേസായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാശില്ലെങ്കിലും നമുക്ക് ഗാർഡനിങ് ചെയ്യാം എന്ന് കാണിക്കുന്നതാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പലരും വിചാരിക്കും എന്നെ സഹായിക്കാൻ വലിയൊരു ടീമുണ്ട്, വലിയ മക്കളൊക്കെ അല്ലേ സഹായിക്കാൻ എന്നൊക്കെ വിചാരിക്കും. എന്നാൽ മണ്ണ് ചുമക്കുന്നത് മുതൽ ചെടി നടുന്നത്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തനിച്ചാണ്. ഒരു സ്ത്രീ വിചാരിച്ചാൽ മണ്ണിലും വിപ്ലവം സൃഷ്ടിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആദ്യമൊക്കെ വീഡിയോ ഇടുമ്പോൾ ആരും കാണാനുണ്ടാവില്ല. വ്യൂസ് കുറയുമ്പോൾ വിഷമം തോന്നും. വീട്ടുജോലിയും കുട്ടികളുടെ കാര്യങ്ങളും നോക്കി ഇതിന് സമയം കണ്ടെത്തുന്നത് വലിയൊരു ചലഞ്ചായിരുന്നു. ഫോണിൽ സ്പേസ് തീരുന്ന പ്രശ്നം, നെറ്റ്വർക്ക് പ്രശ്നം, അങ്ങനെ ഒരുപാട്. ഇന്ന് മാസ്റ്റർ മിത എന്നത് വെറുമൊരു യൂട്യൂബ് ചാനൽ മാത്രമല്ല. യൂട്യൂബ് ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാമിലൂടെ ചാനലിൻ്റെ എനിക്കൊരു നല്ലൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതിലുപരിയായി എൻ്റെ പ്രോഡക്റ്റ്സായ ചെടികളൊക്കെ വിൽക്കാനും ഓൺലൈനായി വിൽക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, യൂട്യൂബ് എന്നത് വെറും ഒരു സമയം കളയാനുള്ളതല്ല. നമ്മുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ കാണിക്കാനും അതിലൂടെ സ്വന്തം കാലിൽ നിൽക്കാനും ഉള്ളൊരു വലിയൊരു അവസരമാണ്. എനിക്കിതിനൊന്നും സമയമില്ല എന്ന് നമ്മൾ പറയരുത്. സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. നിങ്ങൾ ഇന്ന് തന്നെ എൻ്റെ ചാനലിൽ ഒന്ന് എടുത്തു നോക്കുക. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ഒരു സാധാരണ വീട്ടമ്മയുടെ തോട്ടം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്. എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. നിങ്ങളുടെ വീട്ടിലെ ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു വെണ്ടയോ പച്ചമുളകോ നട്ടുകൊണ്ട് തുടങ്ങുക. ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും മനസ്സിലും പ്രതിഫലിക്കും. ഇത്രയും സമയം എൻ്റെ വാക്കുകൾ കേട്ടിരുന്നതിന് നന്ദി. സമയം കിട്ടുമ്പോൾ യൂട്യൂബിൽ മാസ്റ്റർ മിത എന്ന് സെർച്ച് ചെയ്തിട്ട് എൻ്റെ കൊച്ചു തോട്ടം ഒന്ന് കാണാൻ മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.